ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഉമ്മച്ചീസിൻ്റെ സൺസ്ക്രീൻ ലോഷനാണ്. സൺസ്ക്രീനിൻ്റെ യൂസ് നിങ്ങൾക്കറിയാലോ. അതായത് നമ്മുടെ സൺഡേ റേസിൽ നിന്നും അൾട്രാവയലറ്റ് റേസ് പ്ലസ് അതർ ഹാംഫുൾ റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് ഒരു ബാരിയർ ആയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഈ അടുത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡീസ് വരുന്നത്. ശരിക്കും പറയുന്നത് ഒരു എവറി 2 hours നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ എന്ത് സൺസ്ക്രീൻ തേച്ചിട്ടാണെന്ന്. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ പണ്ടൊക്കെ ഒരു 40-50 ആളുകളുടെ സ്കിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിവ് അല്ലെങ്കിൽ ഭയങ്കര മാർക്സ്, പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷനൊക്കെ ഒരു 40s കഴിഞ്ഞ ആളുകളിൽ വളരെ വിസിബിളായിട്ട് കാണാം. പക്ഷേ ഈ ഇപ്പോഴത്തെ സ്ത്രീകൾ, അതായത് ഒരു 40-50 ഒക്കെ ആയ സ്ത്രീകളുടെ സ്കിന്ന് ഇത്തിരി കൂടി ബെറ്ററാണ്. മോസ്റ്റ് ഓഫ് ദം അവരുടെ ലൈഫ് സ്റ്റൈലിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ലൊരു സൺസ്ക്രീൻ ഈവൻ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റൂമിലിരിക്കുമ്പോൾ ഇപ്പം സണ്ണ് അടിക്കുന്നുണ്ട്, അതുപോലും അതായത് ഇൻഡോർ പോലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. സൺസ്ക്രീൻ നമ്മൾ എവറി 2 hours അപ്ലൈ ചെയ്യണം. മിക്ക ആളുകൾക്കും അതിനുള്ളൊരു സമയം കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരുങ്ങി സൺസ്ക്രീനൊക്കെ ഇട്ട് നമ്മൾ പുറത്ത് പോയിട്ട് എവറി 2 hours ഓർത്ത് വെച്ചിട്ട് സൺസ്ക്രീൻ ഇടാനുള്ള ഇത് എല്ലാവർക്കും പറ്റാറില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സൺസ്ക്രീൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ആ ഒരു 2 hour പീരീഡ് അതിൻ്റെ ആ ക്രീമിൻ്റെ ഒരു കപ്പാസിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സണ്ണിൻ്റെ റേസ് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ ചിലർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും അവരുടെ സ്കിൻ ഡാർക്കനിങ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആൻസിയുടെ ഈ സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കുങ്കുമാതി ഓയിലുണ്ട്. അതായത് കുങ്കുമാതി ഓയിൽ ചേർത്തിട്ടാണ് ഈ സൺസ്ക്രീൻ ലോഷൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം, കുങ്കുമാതി ഓയിലാണ് പണ്ടുകാലം തുടങ്ങി ആയുർവേദത്തിലൊക്കെ സ്കിൻ ബ്രൈറ്റനിങ് ഇതിനൊക്കെ മാർക്സിനൊക്കെ കുങ്കുമാതി ഓയിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഉമ്മച്ചീസിൻ്റെ പ്രോഡക്റ്റ്, അതായത് നിങ്ങൾ അഥവാ 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ റീഅപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്കിന്നിന് കൂടുതൽ ടാൻ ആവാതെ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരാതെ ഇരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് കുങ്കുമാതി ഓയിൽ ഇതിൽ അടങ്ങിയത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതിലാണ് നമുക്ക് കണ്ടോ. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇതൊന്നുമല്ല ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്. ലോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു 95% മാർക്കറ്റിൽ അവൈലബിൾ ആയ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി പ്രേതത്തിൻ്റെ മേക്കപ്പ് ഇട്ട പോലെ ഒരു വൈറ്റ് കാസ്റ്റ് വരും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ആ വൈറ്റ് കാസ്റ്റ്. ഇതിനകത്ത് 0% ആ ഒരു വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ആ കുങ്കുമാതി ഓയിലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഭയങ്കര നല്ല മണമാണ്. അപ്പോൾ ഞാൻ ആൻസിയുടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത്. അതായത് ആൻസിയുടെ തന്നെ ഫേസ് വാഷ്, ആൻസിയുടെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ സൺസ്ക്രീൻ, പിന്നെ രാത്രി കിടക്കുമ്പോൾ കുങ്കുമാതി ക്രീമാണ് തോന്നുന്നു. അങ്ങനെ ഫുൾ സ്കിൻ കെയർ റൂട്ടീൻ ഞാനിപ്പോൾ ആൻസിയുടെയാണ് 1 മാസത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റും ഞാൻ വഴിയായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ പറഞ്ഞു വന്നത്, ഭയങ്കര നല്ല ആൻസിയുടെ പ്രോഡക്ട്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. എന്തായാലും സൺസ്ക്രീൻ നോക്കി അന്വേഷിച്ച് നടക്കുന്നവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഫ്രേഗ്രൻസ്. രണ്ടാമത് തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഇതിനകത്ത് ഈ കുങ്കുമാതി ഓയിൽ ഉള്ളത് കൊണ്ട് അഥവാ നിങ്ങൾക്ക് എവറി 2 hours നിങ്ങൾക്ക് സൺസ്ക്രീൻ കണ്ടിന്യൂസ് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കൂടുതൽ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സൺ ടാൻ ആവാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഉമ്മച്ചീസ് സൺസ്ക്രീൻ ലോഷൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.